ധൂം എന്ന ഒറ്റ ചിത്രത്തിലൂടെ ബോളിവുഡിൽ മാത്രമല്ല കേരളത്തിലും ആരാധകരെ നേടിയെടുത്ത നടനാണ് ജോൺ എബ്രഹാം. ആക്ഷൻ റോളുകൾ മാത്രമല്ല ക്യാരക്ടർ റോളുകളും തനിക്ക് ചെയ്യാനാകുമെന്ന നടൻ ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. 2 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ പലപ്പോഴും തിരിച്ചടികളും ജോണിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദി ഡിപ്ലോമാറ്റ് എന്ന ചിത്രമാണ് ജോൺ എബ്രഹാമിന്റേതായി ഇനി പുറത്തുവരാനുള്ള ചിത്രം. മാർച്ച് 14-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. ഡിപ്ലോമാറ്റിന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ ജോൺ. ഇപ്പോഴിതാ തന്റെ കരിയർ വിമർശനങ്ങൾ കൊണ്ട് നിറച്ച ഒന്നാണെന്ന് പറയുകയാണ് നടൻ. 4 വർഷങ്ങൾക്കുശേഷം പരമാണു എന്ന എന്റെ സിനിമ റിലീസ് ചെയ്തപ്പോൾ അതെന്റെ 1.0 പതിപ്പാണെന്ന് ആളുകൾ പറയുമായിരുന്നു. ഇതൊക്കെ എന്നെക്കുറിച്ച് എല്ലാ ദിവസവും വരുന്ന ചരമവാർത്തകളാണ്. കുഴപ്പമില്ല, എനിക്കിതിൽ ഒരു പ്രശ്നവുമില്ല. ഇതിൽ എന്നെ മുന്നോട്ട് നയിച്ച ഒരേയൊരു കാര്യം എന്റെ പ്രേക്ഷകർ മാത്രമാണ്. ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ, നിർമ്മാതാക്കൾ, വിമർശകർ തുടങ്ങിയവരെല്ലാം നിങ്ങളെ വിലയിരുത്തുന്നത് സംഖ്യകളുടെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് അതെല്ലാം മനസ്സിലാകും. ഞാനതിനെ ബഹുമാനിക്കുന്നു. അത് ബിസിനസ്സാണ്. പക്ഷേ എന്നെ മുന്നോട്ട് നയിച്ചതും എന്നെ അതിജീവിക്കാൻ പ്രേരിപ്പിച്ചതും എന്റെ പ്രേക്ഷകർ മാത്രമാണ്. ആ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ദി ഡിപ്ലോമാറ്റ് നിർമ്മിച്ചത്. ഒരു മാറ്റം കൊണ്ടുവരാൻ കൂടുതൽ അവബോധം ആവശ്യമാണ്. ഇന്ത്യയിൽ സ്ത്രീകളും കുട്ടികളും മൃഗങ്ങളും സുരക്ഷിതരല്ല. ഇതിനു മുൻപ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഇത് കേൾക്കുന്നതുവരെ ഞാനിത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. മതിയായ നിയമങ്ങൾ ഇല്ലാത്തതിനാൽ കുട്ടികളും മൃഗങ്ങളും സുരക്ഷിതരല്ല ഇവിടെ. നിങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്കും ദുബായിലേക്കും പോകൂ. സ്ത്രീകൾ അവിടെ സുരക്ഷിതരാണ്. അവർ അവിടെ സുരക്ഷിതരായിരിക്കുന്നതിനും ഇവിടെ അങ്ങനെ അല്ലാത്തതിനും പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകും. നമ്മളൊരു വികസ്വര സമൂഹമാണ്. നമ്മൾ അവിടെ എത്തും. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കുമെന്നും ജോൺ എബ്രഹാം വ്യക്തമാക്കി. ഒരു നിർമ്മാതാവ് എന്ന നിലയിലും നടൻ എന്ന നിലയിലും നല്ല കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. 100 കോടി, 200 കോടി, 300, 400 കോടി നമുക്കെല്ലാവർക്കും ഇത് വേണം. പക്ഷേ അത് നല്ല കഥകളിലൂടെ ആയിരിക്കണം. അതാണ് വ്യത്യാസം. നമ്മൾ ശരിക്കും എഴുത്തിലേക്ക് മടങ്ങണം. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്നും എന്തിനാണ് സിനിമകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുമൊക്കെ മനസ്സിലാക്കണമെന്നും ജോൺ എബ്രഹാം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.